നാട്യങ്ങളില്ലാത്ത ക്ലീൻ എന്റർടൈനർ ഭരതനാട്യം റിവ്യൂ. പറയുന്ന കഥയിലും അതിന്റെ അവതരണത്തിലും കോൺഫിഡൻസ് ഉള്ള ഒരു സംവിധായകനെ ഭരതനാട്യത്തിൽ കാണാം. പ്രേക്ഷകരെ ചിരിപ്പിക്കാനാണ് ഏറ്റവും പ്രയാസമെന്ന് കോമഡി നന്നായി കൈകാര്യം ചെയ്യുന്ന അഭിനേതാക്കൾ എപ്പോഴും പറയാറുണ്ട്. ഒപ്പം സംവിധായകരും മാറിയ കാലത്തിനൊപ്പം നിൽക്കുന്ന കോമഡി സിനിമകളിൽ സൃഷ്ടിക്കാൻ സോഷ്യൽ മീഡിയയും ട്രോളുകളെയുമൊക്കെ ആശ്രയിക്കുകയാണ് ഇന്ന് പലപ്പോഴും സംവിധായകരും എഴുത്തുകാരും ചെയ്യാറ്. 90കളിലെയും മറ്റും കോമഡി ചിത്രങ്ങൾ റിപ്പീറ്റ് വാച്ച് ചെയ്യപ്പെടുന്നതിന്റെ ഒരു കാരണം അത്തരം ഘടകങ്ങളെ ആശ്രയിച്ചല്ല അവയിലെ ഹാസ്യം നിലനിൽക്കുന്നത് എന്നതാണ്. സൈജ് കുറുപ്പിനെ നായകനാക്കി കൃഷ്ണദാസ് മുരളി രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ഭരതനാട്യം കഥച്ചിലിൽ നർമ്മം സ്വാഭാവികമായി കൊണ്ടുവന്നിരിക്കുന്ന ചിത്രമാണ്. സാധാരണക്കാരന്റെ റോളിൽ എപ്പോഴും പെർഫെക്റ്റ് മാച്ച് ആവാറുള്ള സൈജ് കുറുപ്പ് ഷി എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നാട്ടിലെ അമ്പലം കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഷിയേട്ടൻ. നല്ല സാമൂഹിക ജീവിതമുള്ള ഷി കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധയുള്ള ആളുമാണ്. അച്ഛനും അമ്മയും ചേച്ചിയും അനുജത്തിയും അവരുടെ ഭർത്താക്കന്മാരും അനിയനുമൊക്കെയായി ഒരു കൂട്ടുകുടുംബ ജീവിതമാണ് ശാന്തിനിലയം എന്ന വീട്ടിൽ ഷിയുടേത്. പേരുപോലെ തന്നെ ശാന്തമായി മുന്നോട്ടു പോകുന്ന ആ വീട്ടിലെ അംഗങ്ങളെ തേടി ഒരിക്കൽ ഒരു പ്രശ്നം വന്നെത്തുകയാണ്. അതിനെ മറികടക്കാന് അവർ, വിശേഷിച്ചും ഷി നടത്തുന്ന ശ്രമങ്ങളാണ് ഭരതനാട്യത്തെ രസകരമാക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരാളെന്ന് തോന്നിപ്പിക്കുന്ന കഥാപാത്രമാണ് ഷി. സ്വാഭാവിക പ്രകടനം കൊണ്ട് ഷിയേട്ടനെ രസകരമായി സ്ക്രീനിൽ എത്തിയിട്ടുണ്ട് സൈജ് കുറുപ്പ്. സൈജ് കുറുപ്പ് അഭിനയിക്കുന്ന ചിത്രത്തിൽ പക്ഷേ ടൈറ്റിൽ റോൾ ആയ ഭരതനെ അവതരിപ്പിച്ചിരിക്കുന്നത് സായ് കുമാർ ആണ്. ഡാർക്ക് ഹ്യൂമർ സ്വഭാവത്തിലുള്ള ചിത്രത്തിന്റെ കഥാവികാസമെല്ലാം ഈ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ അമ്പേ പാളിപ്പോകാവുന്ന കഥാപാത്രത്തെ സായ് കുമാറിലെ പരിചയസമ്പന്നനായ നടൻ സേഫ് ആയി ലാൻഡ് ചെയ്യിച്ചിട്ടുണ്ട്. കലാരഞ്ജിനി, അഭിരാം രാധാകൃഷ്ണൻ, ശ്രീജ രവി, ശ്രുതി സുരേഷ്, സ്വാതി ദാസ് പ്രഭു തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സ്പൂൺ ഫീഡിംഗ് ഇല്ല എന്നതാണ് ചിത്രത്തിന്റെ തിരക്കഥയുടെ ക്വാളിറ്റി. ഡാർക്ക് ഹ്യൂമർ സ്വഭാവം ഉടനീളം നിലനിർത്തുമ്പോൾ തന്നെ കോമഡിക്ക് വേണ്ടി സ്വന്തം സ്വഭാവം വിട്ട് കഥാപാത്രങ്ങളെക്കൊണ്ട് സംസാരിപ്പിക്കുന്നില്ല തിരക്കഥാകൃത്ത്. അതിനാൽ തന്നെ അസ്വാഭാവികത മുഴിച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളുമില്ല ചിത്രത്തിൽ. ഇത്തരമൊരു തിരക്കഥ ചലച്ചിത്രഭാഷ നന്നായി അറിയാവുന്ന സംവിധായകനെ സ്ക്രീനിൽ രസം ചോരാതെ അവതരിപ്പിക്കാനാവൂ. ഈ പേര് ഒന്ന് ഓർത്തുവച്ചോളാൻ പറയുകയാണ് തന്റെ കന്നി ചിത്രത്തിലൂടെ കൃഷ്ണദാസ് മുരളി എന്ന സംവിധായകൻ. കോമഡിക്കൊപ്പം കഥാപാത്രങ്ങളായ മധ്യവർഗ കുടുംബം നേരിടുന്ന കൗതുകരമായ ഒരു പ്രതിസന്ധി കൂടി അതിന്റെ തനിമയോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതോടെ ഭരതനാട്യം ഒരു പെർഫെക്റ്റ് ഫാമിലി വാച്ച് ആവുന്നു. പറയുന്ന കഥയിലും അതിന്റെ അവതരണത്തിലും കോൺഫിഡൻസ് ഉള്ള ഒരു സംവിധായകനെ ഭരതനാട്യത്തിൽ കാണാം. നരേഷിനെ തടസ്സപ്പെടുത്തുന്ന ഗിമ്മിക്കുകൾ ദൃശ്യത്തിലോ ശബ്ദത്തിലോ കൃഷ്ണദാസ് മുരളി ഒപ്പം ചേർത്തിട്ടില്ല. ബബ്ലു അജുവാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം. ഒരു കോമഡി ചിത്രത്തിന് വേണ്ട ചടുലത ഉള്ളപ്പോൾ തന്നെ സ്വാഭാവികതയോടെയാണ് ബബ്ലു ഈ ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. സാമുവൽ എബിയാണ് സംഗീതവും പശ്ചാത്തല സംഗീതവും. എഡിറ്റിംഗ് ഷഫീഖ് വി. ഇത്രയൊക്കെ പോസിറ്റീവ്സ് ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ചിത്രം രസകരമാവുന്നത് കൗതുകരമായ ഒരു കാസ്റ്റിംഗിലൂടെയാണ്. അത് സർപ്രൈസ് ആണ്.